നമസ്കാരം. 2009 ഭാസ്കര കാരണവർ വധക്കേസുണ്ടാവുന്നത്. 2010 ജൂൺ 11 മാവേലിക്കര അതിവേഗ കോടതി കാരണവർ വധക്കേസിലെ പ്രതി ഷെറിനെ 3 ജീവപര്യന്തത്തിനാണ് ശിക്ഷിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് അവരെ നെയ്യാറ്റിങ്കര വനിതാ ജയിലിലേക്ക് മാറ്റി. വളരെ പെട്ടെന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക്. 2017 മാർച്ചിൽ അവരെ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് വീണ്ടും മാറ്റി. നെയ്യാറ്റിങ്കര ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് അവർ അച്ചടക്ക നടപടി നേരിട്ടിരുന്നു. 3 ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിന് ഇതുവരെ 500-ലധികം ദിവസം പരോൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യ പരോൾ ശിക്ഷ തുടങ്ങി 1.5 വർഷം കഴിയുമ്പോൾ തന്നെ 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ തന്നെ ഷെറിന് മാത്രം സംസ്ഥാനത്ത് പരോൾ ലഭിച്ചു. അന്ന് 30 ദിവസത്തെ പരോൾ 30 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകി. തിരുവനന്തപുരം ജയിലിൽ നിന്ന് മാത്രം ഷെറിന് ലഭിച്ചത് 8 പരോളാണ്. അതിൽ 2 എണ്ണം അടിയന്തര പരോളും. ജയിൽവാസകാലത്ത് VIP സന്ദർശനം മുതൽ ജയിലിലെ അച്ചടക്ക ലംഘനം വരെ നടത്തിയ ഷെറിന് ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങിയത് എങ്ങനെയാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ജ്യോതികുമാർ ചാമക്കാല, CPM വക്താവ് VPP മുസ്തഫ, റിട്ടയർഡ് SP സുഭാഷ് ബാബു, അഭിഭാഷകൻ അഡ്വക്കേറ്റ് MS സജി എന്നിവർ. അഡ്വക്കേറ്റ് സജി, ഈ ശിക്ഷാ ഇളവ് നൽകുന്ന രീതി സംസ്ഥാനത്ത് നിലവിലുണ്ട്, രാജ്യം മുഴുവൻ നിലവിലുണ്ട്. അതിന് ചില സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. ബലാത്സംഗ കേസുകൾ, അതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതൊരു കൊലപാതക കേസാണ്. അവർ 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ എല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരു വിവാദം ഉയരാൻ കാരണമെന്നാണ്. ഇപ്പോൾ ബന്ധുക്കളിൽ പലരും തന്നെ അത് ചോദ്യം ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന കിട്ടി എന്ന് പറയുന്നുണ്ട്. ഈ കേസിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇൻട്രോയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം 500-ലധികം ദിവസം പരോൾ ലഭിക്കുക. ഞാനിപ്പോൾ അതിൻ്റെ കേസ് ഹിസ്റ്ററി നോക്കുകയായിരുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പരോൾ ലഭിച്ചിട്ടുള്ള ഒരു തടവുകാരി ഈ സ്ത്രീയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ സാധാരണ രാഷ്ട്രീയ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, ഇപ്പോൾ കുഞ്ഞാന്തനൊക്കെ ഒരുപാട് തവണ പരോളിൽ പോയിട്ടുണ്ട്, അല്ല അങ്ങനത്തുള്ള അവരുടെ പിന്നിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ, അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയ പിന്തുണയുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് ഇത്രമാത്രം പരോളും ഔദാര്യങ്ങളും ഭരണകൂടത്തിൻ്റെ ഔദാര്യങ്ങളും ലഭിക്കുവാനുള്ള കാരണം തികച്ചും ഒരു സംശയാസ്പദമായൊരു സാഹചര്യം ഇതിൻ്റെ അകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ സ്ത്രീ ജയിലിൽ കിടന്ന കാലത്ത് നടത്തിയെന്ന് പറയുന്ന പലതരം പെരുമാറ്റ ദോഷങ്ങൾ, കുറ്റകൃത്യങ്ങൾ ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പരോളിനുള്ള ശുപാർശ എന്നുള്ളതും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നിരവധിയായ സുപ്രീം കോടതി വിധികളുണ്ട്. ക്രിമിനൽ നടപടി നിയമം 432 മുതൽ 435 വരെയുള്ള ഭാഗങ്ങളാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. 2000-ലും 2007-ലും 2015-ലും ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ ഏറ്റവും വിവാദമായ ബിൽക്കിസ് ബാനു കേസിൽ 2024 ജനുവരി 8-നും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഗുജറാത്ത് ഗവൺമെൻറ് ബിൽക്കിസ് ബാനു കേസിലെ 11 പ്രതികളെയും ഈ റെമിഷൻ കൊടുത്ത് മോചിപ്പിച്ചപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടത് നള്ളിഫൈ ചെയ്യുകയും അനള്ളി ചെയ്യുകയും വീണ്ടും അവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. ജസ്റ്റിസ് നാഗരത്നത്തിൻ്റെ ബെഞ്ച്, ആ ബെഞ്ചാണ് അത് ചെയ്തത്. അതിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അടക്കം ഉള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നിഗമനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടതെന്നുള്ളത് ഈ 2024 അത് 1 വർഷം മുമ്പത്തെ ആ വിധിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിനെതിരെ ഗുജറാത്ത് ഗവൺമെൻറ് നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. നാം മനസ്സിലാക്കേണ്ട ഒരു കാലം, അതിൻ്റെ നിയമപരമായ വശം അവിടെ നിൽക്കട്ടെ. ഈ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും കാലങ്ങളായി വർദ്ധിച്ചു വരുന്ന അതിക്രൂരമായ കൊലപാതകങ്ങൾ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? 2 വയസ്സുള്ള കുട്ടിയെ മന്ത്രവാദത്തിൻ്റെ പേരിൽ, എന്തിൻ്റെ പേരിലോ എന്നറിയില്ല, കിണറിൽ അറിഞ്ഞ് കൊലപ്പെടുത്തിയിരിക്കുന്നു. മിനിയാന്ന് ഒരുത്തൻ വാക്കത്തിയുമായി പോയിട്ട് ഒരു കുടുംബത്തിലുള്ള 2-3 പേരെ വെട്ടിക്കൊല്ലുന്നു. ഇന്നിപ്പോൾ ഒരുത്തൻ മറ്റൊരുവൻ ഒരു പീഡന കേസിലെ ഒരു അതിജീവിതയെ കൊല്ലുന്നു. അപ്പോൾ ഈ ഞെട്ടാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായി വലിയ ക്രൈമുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ, അതും മതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളുടെ പേരിൽ. അപ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി, ഇതിൻ്റെ പിന്നിൽ ആരും ആവട്ടെ, ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയക്കാരാരാന്നൊക്കെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ശ്രീ ജ്യോതികുമാറൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ആരുമായാലും ശരി, ഇങ്ങനെ വലിയ ഒരു കേരളം ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഓരോ ദിവസവും നമുക്ക് പത്രങ്ങൾ പോലും വായിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്. എൻ്റെ ക്വസ്റ്റ്യൻ, നമുക്ക് ആ ഭീതിജനകമായ രീതിയിൽ ക്രൈം റേറ്റ് കൂടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഷെറിൻ ഈ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണോ പുറത്തിറങ്ങുന്നത്? അതാണ് എൻ്റെ ചോദ്യം.
തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടി വരും. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇവരുടെ ജയിലിലുള്ള കാലത്തെ പെരുമാറ്റങ്ങൾ ഒരു പരോളിന് അർഹിക്കുന്ന രീതിയിലുള്ളതായിരുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പരോൾ ഒരു പ്രതിയുടെ റൈറ്റ് അല്ല, അത് അവരുടെ ഒരു പ്രിവിലേജ് അല്ല, അത് സ്റ്റേറ്റ് കൊടുക്കുന്ന ഒരു പരിഗണനയാണ്. ആ സ്റ്റേറ്റ് കൊടുക്കുന്ന പരിഗണന ഒരുപാട് കാര്യങ്ങളെ കൂടെ പരിഗണിച്ചുകൊണ്ടാണ്. ഇവർ പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന വെല്ലുവിളി എന്താണ്, ഇവർ ചെയ്തിട്ടുള്ള ക്രൈം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാനസികാവസ്ഥ എന്താണ്, അവരിനി ഇത്തരം ക്രൈമുകൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, അവരുടെ പിന്നിൽ ആളുകളുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇവർക്ക് അനർഹമായി കിട്ടിയ ഈ പരോള് പോലും ഈ ഒരു മോചനത്തിലുള്ള ഒരു ശരിയല്ലായ്മയുടെ സൂചകങ്ങളാണ്. ഞാൻ വീണ്ടും പറഞ്ഞു വരികയാണ്, ഇത്തരം നിരന്തരം ആവർത്തിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ആളുകളെ ഫ്രീ ആക്കി വിടുന്നത്, എന്തായാലും വധശിക്ഷ എന്ന് പറയുന്നത് ഏറെക്കുറെ നടക്കാത്തൊരു കാലമാണ് ഇപ്പോൾ. ഇങ്ങനെ നിരന്തരം മോചിപ്പിച്ചു വിടുന്നത് സമൂഹത്തിന് ഒരു ശരിയായ സന്ദേശമല്ല നൽകുന്നത്. ഞാൻ സജിയിലേക്ക് വരാം. ശ്രീ VPP മുസ്തഫ, ഈ പ്രതി ശിക്ഷിക്കപ്പെടുന്നത് 2010-ലാണ്. 1.5 വർഷം ശിക്ഷിക്കപ്പെട്ട 1.5 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് പരോൾ ലഭിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ച തടവുകാരിലൊരാളാണ് ഷെറിൻ. പല പരോളുകളും നീട്ടിക്കൊടുക്കുന്നു. ഒരേ ജയിലിൽ നിന്ന് 8 തവണയൊക്കെ പരോൾ ലഭിക്കുന്നു. അതിൽ 2 അടിയന്തര പരോളുകളാകുന്നു. പരോളിൽ പുറത്തിറങ്ങിയ പ്രതി പിന്നീട് സംസ്ഥാനത്തിന് പുറത്തേക്ക്, പരോൾ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി സംസ്ഥാനത്തേക്ക് പുറത്തുപോയി എന്നുള്ള വാർത്തകൾ വരുന്നു. ഇവർക്ക് VIP സന്ദർശനമുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ജയിലിനകത്ത് ഫോൺ ഉപയോഗിച്ചതിന് അച്ചടക്ക ലംഘനം നേരിട്ട ഒരു തടവുകാരി കൂടിയാണ് ഷെറിൻ. ഇപ്പോൾ 2010 ശിക്ഷ ഏറ്റുവാങ്ങി 2024 ആകുമ്പോൾ സ്വാഭാവികമായും 14 വർഷം പൂർത്തിയാക്കും. പക്ഷെ അവരുടെ ജയിൽ മോചനാപേക്ഷ, അതുപോലെ ജയിൽ മോചനത്തിനുള്ള ഉത്തരവ്, ഇതെല്ലാം വളരെ പൊടുന്നനെയാണെന്ന് തോന്നുന്നു. അവിടെയാണ് അവരുടെ ബന്ധുക്കൾ പറയുന്നതിന് പിന്നിൽ താല്പര്യങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, അവരുടെ സ്വാധീനമുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇതിൽ സർക്കാരിന് എന്ത് മറുപടിയുണ്ട്? എന്തും ഏതും വിവാദമാക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കലാപരിപാടിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വിവാദമാക്കുന്നു എന്നുള്ളതിൽ വേറെ അത്ഭുതമൊന്നും കാണാനില്ല. നിങ്ങൾ നോക്ക്, ഇവരെ ഇങ്ങനെ പുറത്തിറക്കിയിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഗുണമുണ്ടാകാനുള്ളത്? എന്ത് രാഷ്ട്രീയ നേട്ടമാണ് ഇവരെ വെച്ച് കിട്ടാനുള്ളത്? ഇങ്ങനെ ഇവർക്കൊരു മോചനം കൊടുക്കുന്നത് സർക്കാർ എന്തോ അവിഹിതമായി ഇടപെട്ട് ഏതോ മന്ത്രി കാര്യമായിട്ട് സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ ഒരു മോചനം ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ ആ മന്ത്രിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഈ സർക്കാരിനോ എന്ത് നേട്ടമാണ് ലഭിക്കാനുള്ളത്? അത് അങ്ങനെ ഏതെങ്കിലും മന്ത്രി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ മന്ത്രി തന്നെ വിശദീകരിക്കാനാണ് VP മുസ്തഫ. അങ്ങനെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മന്ത്രി അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരാണ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് വിശദീകരിക്കേണ്ടത്. എൻ്റെ ചോദ്യം ഇതാണ്, മാനദണ്ഡങ്ങൾ പ്രകാരമാണോ ഇവർ പുറത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് പ്രത്യേക പരിഗണന ലഭിച്ചോ? മാനദണ്ഡ പ്രകാരം അല്ലാതെ പോകാൻ കഴിയില്ലല്ലോ. നമ്മുടെ നാടൊരു വെള്ളരിക്ക പട്ടണമൊന്നും അല്ലല്ലോ. ഇവിടെ ജുഡീഷ്യൽ റിവ്യൂ നടക്കും. ഈ വിഷയത്തിൽ തന്നെ സർക്കാർ തീരുമാനമെടുത്താൽ പോലും ഗവർണറുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അവിടെയെല്ലാം കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കില്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് തോന്നുംപടി ഒരു സർക്കാരിന്, പ്രത്യേകിച്ച് മന്ത്രിസഭയ്ക്കൊക്കെ തീരുമാനമെടുക്കാൻ കഴിയുമോ? അപ്പൊ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ ഇതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വലിയ നിലയിലുള്ള, സാധാരണ മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ, സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ ഉണ്ടാവുക. അങ്ങനെ സ്വയം ഒരു VP മുസ്തഫ പറയുന്നത് നിലവിലെ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ഷെറിന് മോചനം നൽകാനുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഷെറിന് മാത്രമായി ഈ ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നു, മറ്റാരും അപേക്ഷകരില്ല. കേരളത്തിലെ ജയിലുകളിൽ എത്ര ജീവപര്യന്തം തടവുകാർ 14 വർഷം പൂർത്തിയാക്കിയവരുണ്ട്, 20 വർഷം വരെ പൂർത്തിയാക്കിയവരുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്ത പരിഗണന ഷെറിന് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്ന ഡെയ്സി എന്ന കുറ്റവാളി, അവരും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു. 2024 ജൂലൈ മാസം അവർക്ക് വിമോചനം നൽകുകയുണ്ടായി. ഗവർണർ അംഗീകരിച്ചു, അവർ പുറത്തിറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2023 എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1.5 വർഷത്തിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 2 പുരുഷ കുറ്റവാളികൾ പുറത്തിറങ്ങുകയുണ്ടായി, മോചനം നൽകുകയുണ്ടായി. എന്നാൽ ഈ കാലയളവിൽ തന്നെ വന്ന മറ്റ് ധാരാളം അപേക്ഷകൾ പരിഗണിക്കാതെ പോയിട്ടുണ്ട്. സ്ത്രീകളെ ആക്രമിച്ച കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ, ക്രൂരമായിട്ട് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ, കുട്ടികൾക്കെതിരെ ഉള്ള സംഭവങ്ങളിൽ പ്രതികളായിട്ട് ശിക്ഷിക്കപ്പെട്ടവർ, അങ്ങനെയുള്ള ചില പ്രതികൾക്കും ഇതുപോലെ 20 വർഷമായി 25 വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന
സംഗതികളിൽ കുട്ടികളെയും സ്ത്രീകളെയും ആക്രമിച്ച മാരകമായിട്ട് അങ്ങനെ അവർക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ, അതിക്രമങ്ങൾ നടത്തിയ കേസുകളിലെ പ്രതികൾക്ക് അനുകൂലമായ ശുപാർശ ഉണ്ടായിട്ടും അവരെ വിമോചിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ കുറ്റവാളി കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 2 പുരുഷ കുറ്റവാളികൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഷെറിന് മാത്രമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ചില ആളുകളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ചിലത് നേരത്തെ പറഞ്ഞ സർക്കാരിന്റെ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് മുസ്തഫ, ഇതൊരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ ആയിരുന്നില്ല എന്റെ ചോദ്യം. വി മുസ്തഫ, ചില രാഷ്ട്രീയ കുറ്റവാളികൾക്ക്, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏർപ്പെട്ടവർക്ക് ശിക്ഷാളവുകൾ നൽകാനുള്ള ശുപാർശകൾ ജയിൽ ഉപദേശ സമിതിയിൽ നിന്ന് വന്നിട്ട് പിന്നെ അത് വിവാദമായ പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങ് കണ്ണൂരിൽ നിന്ന് പുറത്തിറങ്ങിയ 2 കുറ്റവാളികൾ, അവരുടെ കൃത്യം എന്തായിരുന്നു, ഡെയ്സിയുടെ കുറ്റകൃത്യം എന്തായിരുന്നു എന്ന് നമുക്കിപ്പോൾ എൻ്റെ മുമ്പിൽ വിവരങ്ങളില്ല. എൻ്റെ ക്വസ്റ്റ്യൻ, ഷെറിനെ മാത്രമായിട്ടാണോ ഈ ഉപദേശക സമിതി ശുപാർശ നൽകിയത്? അതിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ തള്ളാനും ഇവരുടെ മാത്രം കൊള്ളാനുള്ള കാരണം എന്താണ്? അല്ലോ, ഇതിനകത്ത് എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് ജയിൽ ഉപദേശക സമിതി? നേരിട്ട് ജയിൽ ഉപദേശക സമിതി കുറ്റവാളിയിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അവർ യോഗം ചേർന്ന് അവിടുന്ന് പൊടുന്നനവേ ഒരു തീരുമാനമെടുക്കുകയാണോ? അല്ലല്ലോ. അതിന് ചട്ടങ്ങൾ നിരവധിയായിട്ടുള്ള സ്റ്റെപ്പുകൾ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. 2024 ആഗസ്റ്റ് മാസം തൊട്ട് ഇവർ തന്നെ വിടുതൽ ചെയ്യാനുള്ള അപേക്ഷകളുമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ വന്ന അപേക്ഷകൾ വിവിധ തരത്തിൽ പരിശോധിക്കുന്നു. അത് പോലീസിന്റെ വെരിഫിക്കേഷൻ റിപ്പോർട്ട് വാങ്ങിക്കണം, പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് വേണം, ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് വേണം, നിയമവകുപ്പിന്റെ പരിശോധന, ഇതെല്ലാം കഴിഞ്ഞ് നിയമവകുപ്പിന്റെ പരിശോധന വേണം. ഇതെല്ലാം നടത്തിയതിനു ശേഷമാണ് ജയിൽ ഉപദേശക സമിതിയുടെ പരിഗണനയ്ക്ക് പോകുന്നത്. ഇത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കേവലം 6 മാസം പോലും എടുത്തില്ല. ഇത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 6 മാസം പോലും എടുത്തില്ല. വളരെ സ്പീഡുണ്ട് അതിന്. അല്ല, എന്താണ് ഈ സ്പീഡിന്റെ ഒരു കാലഗണന? എങ്ങനെയാണ് അത് നിർണ്ണയിക്കുന്നത്? ഇപ്പൊ ബ്രൂവറി കേസ് ചർച്ച ചെയ്യുമ്പോൾ 14 മാസം എടുത്തിട്ടാണ് അവിടെ തീരുമാനം എടുത്തത്. 14 മാസം ഒയാസിസിന്റെ അപേക്ഷ വന്ന് സർക്കാരിന്റെ വിവിധ തലത്തിലുള്ള സംവിധാനങ്ങൾ 10 ഘട്ടങ്ങളിലായിട്ട് പരിശോധന നടത്തി. എന്നിട്ട് 14ാമത്തെ മാസമാണ് ഈ കഴിഞ്ഞ ജനുവരി 16-ാം തീയതിയിലെ ക്യാബിനറ്റിൽ തീരുമാനം വരുന്നത്. ഡിസംബർ 16-ന്റെ ക്യാബിനറ്റിൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്താ? അതും വേഗത്തിലാണ്. 14 മാസം എടുത്ത ഒരു തീരുമാനവും വേഗത്തിലാണ്. ഇപ്പൊ 6 മാസം എടുത്ത ഒരു സ്റ്റെപ്പിനെ കുറിച്ച് താങ്കൾ പറയുന്നു അതും വേഗത്തിലാണ്. അപ്പൊ എന്താണ്? ആകെ ഒരു സർക്കാരിന്റെ കാലയളവ് 5 വർഷമാണ്. 5 വർഷത്തിലെ 60 മാസേ ഉള്ളൂ. അതിൽ 14 മാസം എടുത്താലും അതിവേഗമാണ്, 6 മാസം എടുത്താലും അതിവേഗമാണ്. അപ്പൊ എന്താണ് ഈ വേഗതയ്ക്കുള്ള ഒരു മാനദണ്ഡം എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതില്ലേ? അല്ല, വേഗത എല്ലാ കാര്യങ്ങളിലും ഒരുപോലെയല്ല. മുണ്ടക്കൈ ദുരന്തമുണ്ടായി ഇപ്പോൾ എത്ര മാസമായി? പുനരധിവാസം തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അതേസമയം ഷെറിൻ ഓഗസ്റ്റ് മാസത്തിൽ അപേക്ഷ കൊടുക്കുന്നു, ജനുവരിയിൽ ഉത്തരവിറങ്ങുന്നു. അപ്പോൾ വേഗതയ്ക്ക് പലതിനും പല മാനദണ്ഡമാണ്. പുനരധിവാസം തുടങ്ങിയോ എന്നുള്ളത് താങ്കൾക്കറിയില്ലായിരിക്കാം, പക്ഷെ നാട്ടുകാർക്കറിയാം. ഇന്നലെയും അവിടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നു. ആ യോഗ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി റിപ്പോർട്ട് ചെയ്തു. മീഡിയ വണ്ണും മാധ്യമത്തും പത്രത്തിലെല്ലാം അത് വന്നു. എന്നിട്ടും മുണ്ടക്കൈ പുനരധിവാസത്തെ കുറിച്ചുള്ള തീരുമാനങ്ങൾ അറിയില്ല എന്ന് ഞാൻ തീരുമാനങ്ങൾ അറിയില്ല എന്നല്ല പറഞ്ഞ, പുനരധിവാസം യാഥാർത്ഥ്യമായിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ. നമുക്ക് അതിൽ തർക്കിക്കണ്ട. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, 2024 14 വർഷം പൂർത്തിയാക്കിയ ഒരു വനിതാ തടവുകാരി, അവർ ചെറുപ്പക്കാരിയാണ്, അവർക്ക് മുമ്പ് കുറ്റം ചെയ്ത ട്രാക്ക് റെക്കോർഡൊന്നുമില്ല, ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു, അവർക്ക് ഇനിയും ജീവിതമുണ്ട്. സർക്കാരിന് മുമ്പിൽ ഒരു അപേക്ഷ വരുന്നു, സർക്കാർ അത് പരിഗണിക്കുന്നു, വ്യത്യസ്ത തലങ്ങളിൽ പരിഗണിക്കുന്നു, ഇളവ് കൊടുക്കുന്നു, സുപ്രീം കോടതി നിർദ്ദേശ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട്. അതിലെന്താണ് നിങ്ങൾ കാണുന്ന പ്രശ്നം? അജിംസ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കാതലായ വിഷയം, ഇവർക്ക് ഇപ്പോൾ പരോൾ കൊടുത്തിരിക്കുന്നു. ഇവർക്ക് പരോൾ കൊടുക്കുമ്പോൾ പരോൾ കൊടുക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ ഒരു കേസിൽ ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് അവരുടെ ശിക്ഷാ കാലയളവിൻ്റെ 1/3 കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പരോൾ അനുവദിക്കാവൂ. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 വർഷം കഴിയണം. ഇവരെ സംബന്ധിച്ച് ഇവർ ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആദ്യത്തെ പരോൾ അനുവദിക്കുകയുള്ളൂ. ഇവിടെ നോക്കൂ, ഈ പ്രതിയെ സംബന്ധിച്ച് ഒരു കുറ്റവുമില്ല എന്ന് പറയുമ്പോൾ അവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിന് 3 വ്യത്യസ്ത വകുപ്പുകളിലായി ജ്യോതികുമാർ, അങ്ങനെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. അതായത് ഇവർ ജയിലിലായി 1.5 വർഷം കഴിയുമ്പോൾ, അപ്പോൾ സർക്കാർ ഏതാണെന്ന് ആലോചിക്കുക, 2010 ജൂണിലാണ് ഇവരെ ശിക്ഷിക്കുന്നത്. 1.5 വർഷം കഴിയുമ്പോൾ ഇവർക്ക് ആദ്യ പരോൾ ലഭിച്ചു. അന്ന് ആരാണ് ഭരിക്കുന്നത് കൂടി ഓർമ്മ വേണം.
നമുക്കത് ചർച്ച ചെയ്യാമെന്നേ, നമുക്കത് ഉൾപ്പെടെ ചർച്ച ചെയ്യാം. ഇപ്പോൾ സർക്കാരിൻ്റെ കൈവശം രേഖകളുണ്ടല്ലോ, ആ രേഖകൾ പുറത്തുവിട്ടെന്നേ, ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ പറയട്ടെന്നേ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഒരു കൊലപാതക കേസാണെങ്കിലും ആ കൊലപാതകത്തിൽ ആ കേസിൽപ്പെടുത്തിയിരുന്ന ഒന്നിലധികം വകുപ്പുകളുണ്ട്. ആ വകുപ്പുകളിൽ 3 ജീവപര്യന്തം ശിക്ഷ അവർക്ക് വിധിക്കുകയും അവരിത് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്ന് കോടതി നിഷ്കർഷിച്ചിട്ടുള്ളതും വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജയിലിലായിരുന്നു. അവരെ സംബന്ധിച്ച് ഇപ്പോൾ താങ്കൾ മുമ്പേ പറഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി VPP മുസ്തഫ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പിന്നെ ജയിൽ ചട്ടം അനുസരിച്ച് പിന്നെ അവധി ദിവസം ഡബിളായി കൂട്ടുമെന്നും, അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് ഓഗസ്റ്റിൽ കൊടുത്തുന്നതാണ്. ഓഗസ്റ്റിലാണെങ്കിൽ 14 വർഷം തികയില്ല. താങ്കളൊന്ന് കണക്കൂട്ടി നോക്കൂ. ഓഗസ്റ്റിലെ അപേക്ഷയാണെങ്കിൽ 14 വർഷം തികയില്ല. എങ്ങനെയാണ് അത് 14 വർഷം തികഞ്ഞായി കണക്കാക്കുന്നത്? അതിനെക്കുറിച്ച് കൂടി താങ്കളൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ 3 ജീവപര്യന്തം ഒന്നിച്ചനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് അവർ കൊടുത്തിരിക്കുന്നതെന്ന് വാദഗതിക്ക് വേണ്ടി പറയുന്നു. നമുക്കത് വാദഗതിക്ക് വേണ്ടി അംഗീകരിക്കുകയും ചെയ്യാം. എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ താങ്കൾ ചോദിച്ചതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇത് ഓരോ കേസും ഒരേ കേസിൽ തന്നെ ഒന്നിലധികം ആളുകൾ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഓരോ കേസും പ്രത്യേകം എടുത്ത് കേൾക്കണമെന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളും ഒക്കെ ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ ലംഘിച്ചെല്ലാം ഇവിടെ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ചോദ്യം, അദ്ദേഹം ജയിൽ അഡ്വൈസറി കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ ക്യാബിനറ്റ് തീരുമാനിക്കുന്നു, അത് ഗവർണർക്ക് പോകുന്നു, വേണ്ടി വന്ന ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്കും വിധേയമാകാം. ഇവിടെ എൻ്റെ ചോദ്യം, ഇത്തരത്തിൽ എത്ര ജയിൽ അഡ്വൈസറി കമ്മിറ്റികളുടെ ശുപാർശകൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്? അതൊക്കെ എന്നാണ് ജയിൽ അഡ്വൈസറി കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്? ആ റെക്കമെൻഡ് ചെയ്തതിൽ 25 വർഷം കഴിഞ്ഞതും 20 വർഷം കഴിഞ്ഞതുമായ എത്ര സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട്? അവരെയൊക്കെ റെമിഷൻ കൊടുത്ത് പുറത്തേക്ക് വിടണമെന്ന് ജയിൽ അഡ്വൈസറി കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് പരിഗണിക്കാത്തത് എന്തുകൊണ്ട്? ഈ കേസിൽ മാത്രം അടിയന്തരമായ പരിഗണന ഉണ്ടായത് എന്തുകൊണ്ട്? അപ്പോൾ പുള്ളി പറയുന്ന ഒരു 3 കേസിനെ കുറിച്ചാണ് പറയുന്നത്. 3 പേരെ വിട്ടതിനെക്കുറിച്ച് മാത്രം ശ്രീ VPP മുസ്തഫ പറയുന്നു. ശ്രീ VPP മുസ്തഫ അത് പറയുമ്പോൾ അവരുടെ കുറ്റകൃത്യം എന്തായിരുന്നെന്നും അവരെത്ര കാലം ജയിലിൽ കിടന്നു താങ്കൾ പറയുന്നില്ല. എന്തിനാ താങ്കൾ അത് വിളിച്ചു നോക്കുന്നത്? അതുകൂടി പറയൂ. അപ്പോൾ അവിടെയാണ് പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ ജയിൽ അഡ്വൈസറി കമ്മിറ്റി കൊടുക്കുന്ന ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ. ജനാധിപത്യത്തിൽ ജനാധിപത്യപരമായി പോകട്ടെ എന്നുള്ളതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ റെമിഷനുള്ള അവകാശം പോലും ക്യാബിനറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ പോസിറ്റീവായി കാണണ്ടേ? ജനാധിപത്യത്തിൻ്റെ ഭാഗമായി തന്നെ അത്തരത്തിലൊരു നിർവചനം ഉണ്ടാകുമ്പോൾ അത് ജനാധിപത്യപരമായി ചെയ്യുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആകണം, അത് ഫുൾ പ്രൂഫ് ആകണം, അത് ഇക്വാലിറ്റിയുടെ ഭാഗം വരുമ്പോൾ അതെല്ലാവർക്കും ഒരേപോലെ നീതി നടപ്പാകണം എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മളിത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർ നിരവധി തവണ പല ജയിലുകളിലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല ജയിലുകളിലും താമസിക്കുമ്പോൾ ഇവർ അവിടെ ജയിൽ ഉദ്യോഗസ്ഥരുമായിട്ടും അതുപോലെ തന്നെ മറ്റ് തടവ് പുള്ളികളുമായും പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ നിരന്തരമായി ഇവരെ ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം താങ്കൾക്കറിയാമല്ലോ. ഇപ്പോൾ സർക്കാർ പറയുന്നത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അവർക്കെതിരെ അങ്ങനൊരു പരാതിയേ ഇല്ല എന്നാണ്. അതും ഗൗരവമുള്ള അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇവർക്കെതിരെ നോക്കൂ, ആ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ഒന്നാണ് അവരുടെ മിസ്ബിഹേവിയർ അഥവാ ബിഹേവിയറിനെ സംബന്ധിച്ച് പരിശോധിക്കണമെന്ന് പറയുന്നത്. അത് പരിശോധിച്ചിട്ടുണ്ടോ? അപ്പോൾ പരിശോധിച്ചിട്ട് അതില്ല എന്ന് പറയുന്നെങ്കിൽ ഇത് അടിമുടി വ്യാജമല്ലേ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ പലരും മന്ത്രിമാരുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ പറയുന്നു. ഏത് മന്ത്രി എന്ന് പറയാൻ പലരും തയ്യാറാകുന്നുമില്ല. ഞാൻ 2 ദിവസമായി ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും 48 മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ ഓഫീസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. 48 മണിക്കൂറായിട്ടും നോക്കൂ അജിംസെ, ഒരു കുറ്റവാളി, ഒരു കൊലക്കേസ് പ്രതി, ഒരു കൊലക്കേസിലെ പ്രതിയല്ല, ഒരു കൊലയാളി എന്ന് സുപ്രീം കോടതി വിധിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ച് ആ സ്ത്രീയും ഒരു കൊലയാളിയും ഒരു മന്ത്രിസഭയിലെ മന്ത്രിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇതൊക്കെ നമ്മൾ സിനിമയിൽ എന്താണ് ഇവരുടെ മോചനത്തിന് വേണ്ടി KB ഗണേഷ് കുമാറിന്റെ ഓഫീസ് ഇടപെട്ടു എന്ന ഒരു ഗുരുതരമായ ആരോപണമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് എങ്കിൽ, ഇതേ ഗണേഷ് കുമാർ ഇവർ ജയിലിലായി 1.5 വർഷം പിന്നിടുമ്പോൾ മറ്റൊരു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എങ്കിൽ ചട്ടവിരുദ്ധമായി അവർക്ക് 1.5 വർഷം കഴിയുമ്പോൾ തന്നെ പരോൾ ലഭിച്ചതിന് പിന്നിലും ഇതേ ഗണേഷ് കുമാറാണോ? നിങ്ങളാണ് ഭരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവരെ സംബന്ധിച്ചുള്ള ഒരു ബ്ലൂ പ്രിൻ്റ്, ഇവരുമായി ബന്ധപ്പെട്ട ഇവർക്ക് റെമിഷൻ കൊടുക്കാൻ ക്യാബിനറ്റ് തീരുമാനിക്കുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ, ഇവർ ജയിലിൽ വന്നതിന് ശേഷം അവർക്ക് പരോൾ കൊടുത്തത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സംസാരിക്കട്ടെ. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയട്ടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഏതൊക്കെയാണ്, ഇല്ലെങ്കിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രേഖകൾ പുറത്തുവിടട്ടെ, നമുക്ക് ചർച്ച ചെയ്യാമെന്നേ.
എൻ്റെ ചോദ്യം, ഇവിടെ നീതി നടപ്പാക്കുമ്പോൾ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയാണ് ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ടതെങ്കിൽ ആ ജയിൽ അഡ്വൈസറി കമ്മിറ്റി എടുക്കുന്ന ശുപാർശകളെല്ലാം സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ? അവർക്ക് സ്വാഭാവികമായിട്ടും വിവേചനാധികാരമുണ്ട്. ഇനി ജയിൽ അഡ്വൈസറി കമ്മിറ്റിയെ കുറിച്ച് പറയുന്നു, ഈ കേസിൽ പ്രതിയാകുമ്പോൾ ഈ അടുത്ത സമയത്താണല്ലോ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് പിന്നീട് ജാമ്യം കിട്ടി, അല്ലെങ്കിൽ പിന്നീട് സ്റ്റേ ചെയ്തു എങ്കിൽ പോലും അവർക്ക് വേണ്ടി ജയിൽ അഡ്വൈസറി കമ്മിറ്റി അംഗം ഉൾപ്പെടെ ജയിലിൻ്റെ വാതിൽ പോയി ഇന്ന് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ പവിത്രതയെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കേണ്ടതില്ല. പക്ഷേ അങ്ങനെ ജയിൽ അഡ്വൈസറി കമ്മിറ്റി എന്നുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് ജനാധിപത്യപരമായി. അത് കഴിഞ്ഞതിന് ശേഷം അത് ക്യാബിനറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെയൊക്കെ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തതകൾ, സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി ചോദിച്ച ഒരു ചോദ്യം, ഒരു കൊലക്കേസ് പ്രതിക്ക് വേണ്ടി ഒരു മന്ത്രി എന്തിന് പണിയെടുക്കണം? ഒരു മന്ത്രി എന്തിന് അവരുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കണം? ആ ചോദ്യം നിങ്ങൾ ഉത്തരം നൽകണ്ടേ? എന്നെ കൊണ്ട് തന്നെ അജിംസ് അത് പറയിക്കാനാണോ? അല്ലാതെ പറയണ്ടേ ജ്യോതികുമാർ? ഒരു മന്ത്രിയുടെ ഓഫീസിൽ കൊലക്കേസ് പ്രതി പുറത്തിറങ്ങാൻ വേണ്ടി പണിയെടുത്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനൊരു ലോജിക്കൽ റീസൺ വേണ്ടേ ജ്യോതികുമാർ? താങ്കൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ പ്രതി പരോളിലിറങ്ങിയപ്പോൾ, ഈ കൊലയാളി പരോളിലിറങ്ങിയപ്പോൾ അനധികൃതമായി രാജ്യം വിട്ടുപോയി, സംസ്ഥാനം വിട്ടുപോയി എന്നും പരോൾ വ്യവസ്ഥകൾക്ക് ലംഘിച്ചുകൊണ്ട് സംസ്ഥാനം വിട്ടുപോയി എന്നൊക്കെ താങ്കൾ പറഞ്ഞതല്ലേ? താങ്കൾ ബാക്കിയോടെ ഒന്ന് അന്വേഷിക്കുന്നേ. ഞാൻ ആധികാരികമായി പറയുന്നു, ഇവർക്ക് പരോൾ ലഭിച്ചപ്പോഴെല്ലാം, ഇവിടെ സുഭാഷ് ബാബു സാർ ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ, പരോൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ പരോൾ രജിസ്റ്റർ ആ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ഒരു രജിസ്റ്റർ സൂക്ഷിക്കും. ആ സ്റ്റേഷനിൽ വന്ന് ജയിലിലേക്ക് കൊടുക്കേണ്ട ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കേണ്ട ഡേറ്റിട്ട് ഇത്ര ദിവസമുണ്ട്, അത്രയും ദിവസം ആ സ്റ്റേഷൻ്റെ ലിമിറ്റിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഇവർ എന്നൊക്കെ പരോൾ ലഭിച്ചിട്ടുണ്ടോ, ഇവർ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന, കൊട്ടാരക്കര കൊല്ലം റൂറൽ എസ്.പിയുടെ പരിധിയിൽ വരുന്ന, പത്തനാപുരം പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ വരുന്ന താമസക്കാരി എന്ന നിലയിൽ ആ അഡ്രസ്സ് വെച്ചുകൊണ്ടാണ് ഇവർക്ക് എപ്പോഴും ഇത്തരത്തിൽ പരോൾ അനുവദിച്ചിട്ടുള്ളത്, അഥവാ അവർക്ക് അവധി അപേക്ഷിച്ചിട്ടുള്ളത്. അവരുടെ ഔദ്യോഗിക ഭാഷയിൽ പറഞ്ഞാൽ അവധി, നമ്മൾ പരോൾ എന്ന് പറയുന്ന ആ ദിവസങ്ങൾ. അങ്ങനെ പോയിട്ടുള്ളപ്പോൾ ഇവരെ എല്ലാ ദിവസവും ഇവരെ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ഗണേഷ് കുമാറിൻ്റെ സന്തത സഹചാരിയായ പ്രദീപാണ്. കോട്ടവട്ടം പ്രദീപ് എന്ന് പറയുന്ന ആളാണ് കൂടെ പോയിട്ടുള്ളത്. ഒന്നിച്ചൊരേ കാറിൽ ചെല്ലുന്നു, അവിടെ ചെല്ലുന്നു, പോലീസ് സ്റ്റേഷനിലെ കൺസേൺഡ് ഓഫീസറുടെ അടുത്ത് ചെല്ലുന്നു, അദ്ദേഹത്തിന് അവിടെ ഒപ്പിടുന്നു, ആരോടും ഒരു അക്ഷരം പോലും മിണ്ടാൻ സമ്മതിക്കാതെ അവരെ അതേ വണ്ടിയിൽ കയറി തിരിച്ചു കൊണ്ടുപോകുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ കുറച്ചുകൂടി കടത്തി ചോദിക്കട്ടെ, ഈ മന്ത്രി ഇത്രയും ദിവസം, ഞാൻ 48 മണിക്കൂറായല്ലോ, മന്ത്രി അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കണ്ടേ? മന്ത്രി ഒന്ന് പറയണ്ടേ അങ്ങനെ പറയുന്നത് തെറ്റാണ്, അങ്ങനെ തെറ്റാണെങ്കിൽ എനിക്കെതിരെ ഒരു കേസ് എടുക്കണ്ടേ? ഇവിടെ കേസെടുത്ത ചരിത്രമുണ്ടല്ലോ, എന്താ കേസ് എടുക്കാത്തത്? ഇനി ഞാൻ ചോദിക്കട്ടെ, കൊട്ടാരക്കര എസ്.പിയുടെ കൺട്രോളിലുള്ള CCTV ദൃശ്യങ്ങളിലെല്ലാം കൺട്രോൾ അതാത് കമ്മീഷണർമാർക്കാണ്, അല്ലെങ്കിൽ അതാത് SP-മാർക്കാണ്. അദ്ദേഹത്തിൻ്റെ കൺട്രോൾ റൂമിൽ ഇതിൻ്റെ കൺട്രോൾ ഉണ്ട്. അവിടുത്തെ ബാക്കപ്പ് 1.5 വർഷം വരെ ഉണ്ട് എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അവർക്ക് ഇത്തരത്തിൽ പരോൾ ലഭിച്ചിട്ടുള്ള ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ആ സ്റ്റേഷനിൽ പരിശോധിക്കട്ടെ. കൂടെ പ്രദീപ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കട്ടെ. പോലീസ് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ. പക്ഷേ വ്യക്തത വേണ്ടേ? ഇനി അതിനപ്പുറത്തേക്ക് ഇവർ പരോളിലിറങ്ങിയപ്പോൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇവരും ഈ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ, അദ്ദേഹം വ്യക്തമാക്കട്ടെ. കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ. വാ തുറക്കണ്ടേ? ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയണ്ടേ? വസ്തുതകൾ ഇല്ലെങ്കിൽ എനിക്കെതിരെ കേസെടുക്കണ്ടേ? എന്തെങ്കിലും ഒന്നും വേണ്ടേ അജിംസെ? അപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് അവിഹിതമായ എനിവേ അവിഹിതമായി ഇടപെടുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ്. അതിന് മറുപടി പറയേണ്ടത് ഗണേഷ് കുമാറും സർക്കാരും തന്നെയാണ്. ഞാൻ മടങ്ങി വരാം കയ്യിലേക്ക്. ശ്രീ സുഭാഷ് ബാബു, ഈ ഒരു സ്ത്രീയാണ്, പ്രായം കുറവാണ്, അവർക്ക് ഇനിയും ലൈഫുണ്ട്, അവർ പുറത്തിറങ്ങുന്നതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ത്രെറ്റുണ്ടോ? അങ്ങനെ നമ്മൾ ഇത്തരം ഒരു കൊലപാതകത്തിൽ സ്വന്തം അമ്മായച്ചനെയാണ് കൊലപ്പെടുത്തിയത്, ആസൂത്രിതമായ കൊലയായിരുന്നു, ആസൂത്രിതമായി കൊലപ്പെടുത്തിയ ആളാണ്. പക്ഷേ അവർക്കങ്ങനെ ഒരു ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് ഉള്ളതായിട്ട് നമുക്കറിയില്ല, അവർക്ക് മുമ്പ് കേസില്ല. അങ്ങനെ പുറത്തിറങ്ങുന്നതുകൊണ്ട് സമൂഹത്തിന് വല്ല ഭീഷണിയുണ്ടോ? ഇങ്ങനെ ശിക്ഷാ ഇളവ് നൽകുന്നതിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? അല്ല, സമൂഹത്തിൻ്റെ ഭീഷണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം എന്നേ പറയാൻ പറ്റുള്ളൂ, ഉണ്ടായെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം, ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ സ്ത്രീ ഒരു കൊട്ടേഷൻ അത് അവിഹിതമായ ബന്ധത്തിലൂടെ കൊട്ടേഷൻ നൽകി ആ കുട്ടിയുടെ സ്വത്ത് തൻ്റെ പേരിലേക്ക് അല്ലെങ്കിൽ താൻ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ആ വൃദ്ധനായ ആ കുട്ടിയുടെ ഫാദറിനെ കൊല്ലുന്നു. കൊന്നതിന് ശേഷം അതിനകത്തിൽ ഒന്നിൽ കൂടുതൽ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തതിന് ശേഷം
അവർ ആ കേസിൽ ചാർജ് ഷീറ്റ് കൊടുത്ത് കോടതി ശിക്ഷിക്കുന്നു. അത് ഹൈക്കോടതിയും സുപ്രീം കോടതി വരെ അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ ശിക്ഷ അതേ രീതിയിൽ ശരിവെക്കുന്നു. ശരിവെച്ച് കഴിയുമ്പോൾ ഈ കുറ്റത്തിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്നുള്ള, കാരണം ആ മൂന്ന് ശിക്ഷാവിധിക്കും യാതൊരു രീതിയിലുള്ള വ്യതിയാനങ്ങളും സുപ്രീം കോടതി വരെ ഒരു സ്ത്രീയെന്ന് വരാതെ ചെറുപ്പക്കാരിയാണെന്നുള്ള സ്ത്രീ എന്നുള്ള ഒരു പരിഗണനയും കൊടുക്കാത്ത അവസരത്തിൽ, ജുഡീഷ്യറിക്ക് പോലും തോന്നാത്ത പരിഗണന നമ്മൾ കൊടുക്കുന്ന അവസരം സ്വാഭാവികമായിട്ടും പരാതികളും സംശയങ്ങളും ഉണ്ടാവും. അതൊന്ന്. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഈ പരോള് എന്ന് ഈ പ്രീമച്വർ റിലീസ് എന്ന് പറയുന്ന സാധനത്തിൽ നോക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ജയിലിൽ അവരെവിടെയൊക്കെ ഉണ്ടായാലും ശരി, ആ ജയിലിൽ അന്ന് ഇതേമാതിരി റിലീസ് ചെയ്യുന്ന അവസരത്തിൽ വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ അതിന് ട്രാൻസ്പെറൻസി വേണം. ഒന്ന്, അതൊരു ജുഡീഷ്യസ് ആയിരിക്കണം. രണ്ട്, മൂന്നാമത്തേത് എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്ററി ആകാൻ പാടില്ല. അതായത് ഇവർക്ക് മാത്രമായിട്ട് ഒരു ഫേവറിസം കൊടുത്ത രീതി ആകാൻ പാടില്ല എന്ന് നമ്മുടെ കേരള ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ഈ പ്രീമച്വർ റിലീസ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ജഡ്ജ്മെൻറ്റിലും ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മളെ 95 മുതൽ കേരള ഹൈക്കോടതി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ജയിലിലെ എല്ലാ ജയിലുകളിലും ഈ കൺവിക്ട്സിന് പ്രത്യേകമായിട്ട് ഒരു രജിസ്റ്റർ സൂക്ഷിക്കണം. ഒരു പണിഷ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആ പണിഷ്മെൻറ്റ് രജിസ്റ്ററിൽ ഇവരുടെ ചെയ്യുന്ന ചെറിയത് മുതൽ വലുതായ എല്ലാ കുറ്റങ്ങളെയും സംബന്ധിച്ച് അതാത് സമയത്ത് സമയം വെച്ച്, നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ജനറൽ ഡയറി എഴുതുന്ന മാതിരി തന്നെ സമയം വെച്ച് അവിടുത്തെ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ അതിനകത്ത് രേഖപ്പെടുത്തുകയും അതിന് എന്ത് ശിക്ഷ കൊടുത്തു, എന്ത് നടപടിയെടുത്തു എന്നുള്ളതുവരെ അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. അങ്ങനൊരു എല്ലാ ജയിലുകളിലും പ്രത്യേകം രജിസ്റ്റർ ഉണ്ട്. ഈ രജിസ്റ്ററിൻ്റെ പരിശോധനയിലല്ലാതെ ഇവരുടെ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം സൽസ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന സ്വഭാവം പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്തും, അതായത് ഒരു പരോളായാലും ശരി, അതുപോലെ ഈ പ്രീമച്വർ റിലീസിന് നിർബന്ധമായിട്ട് നോക്കണമെന്ന് സുപ്രീം കോടതി വരെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഈ റിമാൻഡ് പീരീഡ് ഈ പരോൾ പീരീഡ് യാതൊരു കാരണവശാലും ഈ കൺവിക്ഷൻ്റെ ടോട്ടൽ ഇയേഴ്സ് ഓഫ് കൺവിക്ഷനിൽ കൂട്ടാൻ പാടില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ 2023 കേരളത്തിൽ തന്നെ സുപ്രീം കോടതിയിലുണ്ടായിരുന്ന ജസ്റ്റിസ് CT രവികുമാർ, ജസ്റ്റിസ് ഷാ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും ഈ പരോളിൻ്റെ പീരീഡ് ഈ കൺവിഷൻ്റെ പീരീഡായിട്ട് കണക്ക് കൂട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ ഇതിനകത്തിലെ ഈ കണക്ക് കൂട്ടലിൽ എന്തൊക്കെയോ കൃത്രിമം 500 ദിവസത്തിലധികമാണ് അവർ പരോളിൽ ഉണ്ടായിട്ടുള്ളത്. സുഭാഷ് ബാബു, 500 ദിവസത്തിലധികമാണ്. അങ്ങനെയാണെങ്കിൽ 14 വർഷം പൂർത്തിയായി എന്നങ്ങനെ പറയാൻ കഴിയും? ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ജനുവരി 2023 ജഡ്ജ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. ആ ജഡ്ജ്മെൻറ്റിന് ശേഷം പല സംസ്ഥാനങ്ങളിലും ഇതനുസരിച്ചിട്ട് പല കേസുകളുണ്ടായിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ പറഞ്ഞ ജഡ്ജിമാരുടെ ഉണ്ടായിരുന്നു, ഞാൻ ആ കേസിൻ്റെ നമ്പർ മറന്നുപോയി. അപ്പോൾ അതിൽ നമ്മുടെ ഇവിടുത്തെ തന്നെ CT രവികുമാറും ജസ്റ്റിസ് ഷാ രണ്ടാളാണുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ കാണാം, നമുക്ക് നെറ്റിലടിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ പാടില്ല, മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് പല കാര്യങ്ങളും മറ്റ് ജഡ്ജ്മെൻറ്റുകളിലൊക്കെ പറയുന്നത് ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ മെയിൻ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഈ വിവരങ്ങളൊക്കെ ഈ റിപ്പോർട്ട് കൊടുക്കുന്ന അവസരത്തിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ പണിഷ്മെൻറ്റ് രജിസ്റ്ററിലെ ഡീറ്റെയിൽസും വെച്ചിട്ട് വേണം റിപ്പോർട്ട് കൊടുക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസ് പുറമേയുള്ള കാര്യങ്ങൾ, പോലീസിന് അതിനകത്ത് വലിയ റോളൊന്നുമില്ല. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവനോ മറ്റാളുകളുടെ ആരെങ്കിലും ജീവനോ ഇവർക്ക് അതേമാതിരി തന്നെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം മാത്രമേ പോലീസ് നോക്കുന്നുള്ളൂ. പക്ഷേ അവരുടെ വന്നു കഴിയുന്ന അവസരത്തിൽ ഈ പീഡിപ്പിക്കുക, അതായത് വിക്ടിമിൻ്റെ പരോളിനൊരു പർപ്പസ് ഉണ്ടാകാനുള്ള സാധ്യത. എല്ലാ പരോളിനും ഒരു പർപ്പസ് ഉണ്ടാവും. ഈ പരോൾ അനുവദിക്കുന്നത് തന്നെ വ്യക്തിപരമായ ചില അടിയന്തര ആവശ്യങ്ങൾ കാണിച്ചാണ്. അമ്മയുടെ അസുഖം, ബന്ധുക്കളുടെ മരണം, വിവാഹം, അങ്ങനെ വ്യക്തിപരമായ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. അതുകൂടി വരണ്ടേ? ഷെറിൻ എന്തിന് പുറത്തു വരണം, എന്തിനു വേണ്ടി വരണം എന്നുള്ള പർപ്പസ് കൂടി കാണിക്കണ്ടേ? അതെ, അല്ല ഇതിലിപ്പം പ്രീമച്വർ റിലീസ് ആണല്ലോ. ഇതിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ 500 ദിവസത്തെ പരോളിനെ കുറിച്ചാണ്. ശ്രീ സുഭാഷ് ബാബു, ഞാൻ പറഞ്ഞത് റിലീസിനെ കുറിച്ചല്ല. ഈ 500 ദിവസത്തെ പരോൾ, ഒരു വ്യക്തി 14 വർഷം ജയിലിൽ കിടന്നിട്ട് അതിന് 500 ദിവസം പരോളിലായിരുന്നു എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചിട്ടുള്ളൊരു തടവുകാരിയാണ് എന്ന ഒരു വിശേഷണം അവർക്കുണ്ട്. അതെ, അത് ഈ ജഡ്ജ്മെൻറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്. സ്വാധീനമുള്ള ആളുകൾ, ആ ഷാ പ്രത്യേകമായിട്ട് അദ്ദേഹം ജഡ്ജ്മെൻറ്റിൽ എഴുതുന്നുണ്ട്. അതായത് സ്വാധീനമുള്ള ആളുകൾ ഇതേമാതിരി ഒരുപാട് ആനുകൂല്യങ്ങൾ പറ്റും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ പരോളിൻ്റെ ഡേറ്റ് ഒരിക്കലും ഈ കൺവിഷൻ്റെ ടോട്ടൽ കാൽക്കുലേഷനിൽ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ്.
അതിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഇങ്ങനെ സ്വാധീനമുള്ള ആളുകൾ കൂടുതലായിട്ട് ഇതേമാതിരിയൊക്കെ ചെയ്ത് വാങ്ങിച്ചേക്കാം, അതൊന്നും പക്ഷേ ടോട്ടൽ കൺവിഷനിലേക്ക് ബാധിക്കരുത് എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ്. പിന്നെ പരോളി വരുന്ന അവസരത്തിൽ പരോളിൽ അവർക്ക് സ്വതന്ത്രമായ പരോൾ കൊടുക്കാം, അതല്ലെങ്കിൽ എസ്കോർട്ട് പരോൾ കൊടുക്കാം. അത് ഏതാന്ന് പറഞ്ഞാൽ ആ ക്രിമിനലിൻ്റെ ആ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് അവരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും അപകടം ഉണ്ടാകാനോ അവരെ കൊണ്ട് അപകടം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് എസ്കോർട്ട് പരോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ പരോൾ 2-3 ടൈപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് വന്നാലും ശരി, എസ്കോർട്ട് പരോൾ അല്ലാതെ ബാക്കിയുള്ള പരോളിൽ വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക, വരുന്നത് പറയണം, അതുപോലെ തന്നെ തിരിച്ചു പോകുന്നത് പോകണം. അതിനിടയ്ക്ക് ഏതെങ്കിലും ഈ പരോളിൻ്റെ കണ്ടീഷനിൽ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് പോകണം. അങ്ങനെയാണ് പരോളിൻ്റെ സെല്ലിലെ കണ്ടീഷൻ. പക്ഷേ ഇതിലെന്താന്ന് പറഞ്ഞാൽ ഇതൊരു പ്രിമച്വർ റിലീസാണ്. ഇത് എന്നേക്കുമായി ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ളതാണ്. അത് നോക്കുന്ന അവസരത്തിൽ അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇന്നെങ്കിലും മാനദണ്ഡങ്ങളെ നോക്കിയതിന് ശേഷം മാത്രമാണ് അതിനെ പറ്റിയൊരു റിപ്പോർട്ട് പറയാൻ പാടുള്ളൂ. ഗവൺമെൻറ്റിന് അഥവാ റിപ്പോർട്ട് കൊടുത്താലും ഗവർണറാണ് ഇതിൻ്റെ അധികാരി. അപ്പോൾ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പരാതി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് പരിശോധിക്കാം. ഈ പണിഷ്മെൻറ്റ് രജിസ്റ്ററെ സംബന്ധിച്ചും അദ്ദേഹത്തിന് വിളിച്ചു വേണേൽ വരുത്താം, ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ വേറെ ആരെങ്കിലും നിയോഗിക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മടക്കി അയച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞ് ചോദിക്കുക. അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ പിന്നെ അതുപോലെ തന്നെ ഈ കാരണവരുടെ ബന്ധുക്കൾ സ്വകാര്യ ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു, എന്തായാലും ഞങ്ങൾ കേസിന് പോകുന്നുണ്ട്. പിന്നെ പല ആളുകളും അതിന് കേസിന് പോകുന്നൊക്കെ പറയുന്നത്. അത് പോകുന്ന സമയത്തിൽ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഷാബാനു കേസിൽ ആളുകളെ വിട്ടതിന് സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷം അവരെ തിരിച്ചയച്ചില്ലേ. അതേമാതിരി കഴിഞ്ഞാലും കോടതി കിടപെടാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും ഇതിനകത്തെ സംബന്ധിച്ചിടത്തോളം പോലീസിന് കാര്യമായ റോളുകളൊന്നുമില്ല. പക്ഷേ ഇത് ചെയ്യുന്ന അവസരത്തിൽ ഈ സുപ്രീം കോടതി പറയുന്ന മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ, അതനുസരിച്ചിട്ട് ആണ് നടപടിക്രമങ്ങൾ പരിശോധനയും വിശദീകരണവും സർക്കാരിന്റെ ഭാഗത്ത് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ ഒരു മന്ത്രിയുടെ ഇടപെടൽ ഉണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന സാഹചര്യത്തിൽ എം എസ് അജി ഇവിടെ ജ്യോതികുമാർ ചാമക്കാല ഉന്നയിച്ചത് ചെറിയ ആരോപണങ്ങൾ, വളരെ ഗുരുതരമായ ആരോപണമാണ്. ഒരു കൊലക്കേസ് പ്രതിക്ക് വേണ്ടി ഗണേഷ് കുമാറിന്റെ ബന്ധുവല്ല, സുഹൃത്താണെന്ന് നമുക്ക് അറിയില്ല, മറ്റേതെങ്കിലും തരത്തിൽ അവരുമായി ബന്ധമുണ്ടോ എന്ന് നമുക്ക് മുമ്പിൽ വസ്തുതകളില്ല. എന്നിട്ടും ഒരു കൊലക്കേസ് പ്രതിക്ക് വേണ്ടി ഗണേഷ് കുമാർ ഇടപെട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ്. പരോളിലിറങ്ങുമ്പോൾ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ഗണേഷ് കുമാറിൻ്റെ സന്തത സഹചാരിയായ പ്രദീപാണ് എന്നുകൂടി ആരോപിക്കുന്നു. അങ്ങനെയെങ്കിൽ 500 ദിവസം പരോളിലിറങ്ങിയ ഈ തടവുകാരി, അവർ തടവിലായി 1.5 വർഷത്തിനുള്ളിൽ അവർക്ക് ആദ്യ പരോൾ ലഭിക്കുന്നു. 1.5 വർഷത്തിനുള്ളിൽ ആ പരോൾ തന്നെ രണ്ടാമത്തെ പരോളിലാകട്ടെ 30 ദിവസം ഉണ്ടായിരുന്ന പരോൾ അവർക്ക് ദീർഘിപ്പിച്ച് നൽകുന്നു 30 ദിവസം കൂടി. ഈ സമയത്തൊക്കെ ഗണേഷ് കുമാർ UDF മന്ത്രിയാണ്, ഇപ്പോൾ അദ്ദേഹം LDFിലാണ്. എങ്കിൽ ആ മന്ത്രിസഭയുടെ കാലത്തും ഷെറിന് വേണ്ടി ഗണേഷ് കുമാർ ഇടപെട്ടു എന്ന് ന്യായമായി സംശയിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ വേണ്ടിയിട്ട്. ജ്യോതികുമാർ പറയുന്ന ആരോപണം വളരെ 2 ദിവസമായിട്ട് അദ്ദേഹം വളരെ ആധികാരികമായിട്ടാണ് ഈ ആരോപണം എടുത്തിടുന്നത്. അപ്പം ഈ പറയുന്ന മന്ത്രി അന്ന് UDFിലായിരുന്നാലും ശരി, ഇപ്പോൾ LDFിലായിരുന്നാലും ശരി, അങ്ങനെ അയാളുടെ ഒരു സ്വാധീനമുണ്ട് എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് പരിശോധിക്കേണ്ട കൃത്യമായ ഒരു ആവശ്യമുണ്ട്. അദ്ദേഹം തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ വെല്ലുവിളിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നൊരു സംശയമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ, ഈ സ്ത്രീയുടെ കൂടെ ശിക്ഷിക്കപ്പെട്ട വേറെ 3 പേരുണ്ട്. ബാസിദ് അലി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ കാമുകൻ, അവരുടെ കൂട്ടാളികളായ 2 പേര്, അവർക്ക് ഈ പരോളൊന്നും വേണ്ടേ? അവർക്ക് എന്തുകൊണ്ട് ഈ പരോളിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച ഇതുവരെ കാണുന്നില്ല. കാരണം ഇപ്പോഴും അവർക്ക് എന്തുകൊണ്ട് അയോഗ്യരാകുന്നു? ഈ സ്ത്രീക്ക് മാത്രം പരോൾ കൊടുക്കുകയും അത് ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യമാണ്. ഈ ജയിലിൽ കൂടെ കിടക്കുന്ന ഈ 3 വിദ്വാൻമാർ, ഇവർക്ക് എന്തുകൊണ്ട് ഈ ഒരു സൗകര്യം കിട്ടാതെ അവരെന്നെ ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ? അങ്ങനെയൊക്കെ വരുന്നൊരു മൊത്തം ഒരു സാഹചര്യത്തിലും ഈ 500 ദിവസം എന്ന് പറയുന്ന അവിശ്വസനീയമായ ഒരു ഈ പരോൾ കാലയളവൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ മുനയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനിയിപ്പോൾ ഈ പരാമർശിക്കപ്പെട്ട മന്ത്രി അതിലിടപെട്ടോ എന്ന് എനിക്ക് പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹം അത് കൃത്യമായി തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അപ്രകാരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ജയിലിൽ കിടക്കുന്ന ഒരു കൊലയാളി, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവർക്ക് വേണ്ടി അത്തരം ഒരു ഇടപെടൽ നടത്തുകയാണ് എങ്കിൽ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ നിയമരംഗത്തെ ഒരു വളരെ തെറ്റായ കീഴ്വഴക്കമാണ്. അത് അത്യന്തം അപലപനീയമായൊരു സംഗതിയാണ്. അതിപ്പം അത് തെളിയിക്കപ്പെടുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള അതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല ഈ സ്ത്രീയുടെ ഒരു പരിഗണന എന്ന് പറയുന്നത് കേട്ടു, അങ്ങനെയൊന്നുമില്ല കേട്ടോ. മിലിറ്ററി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ചില ഗൈഡ് ലൈൻസ് ഈ സമീപകാലത്ത് വന്നിട്ടുണ്ട്. 50 വയസ്സിൽ കൂടുതലായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ, 60 വയസ്സിൽ കൂടുതലായിട്ടുള്ള പുരുഷന്മാരാണെങ്കിൽ, വിവിധങ്ങളായ രോഗത്തിനടിമപ്പെട്ടവരാണെങ്കിൽ, അതല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡായ ആളുകളാണ് എങ്കിൽ,
അത് വളരെ പാവപ്പെട്ട കുടുംബ സാഹചര്യങ്ങളിൽ മറ്റാരും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയയിൽപ്പെട്ട ആളുകളെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള ഗൈഡൻസിൽ പെടുന്ന ആളുകൾ. അല്ലെങ്കിൽ ഒരു യുവതിയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ വിടണമെന്നൊന്നും എവിടെയും പറയുന്നില്ല. 50+, എനിക്ക് ആ സ്ത്രീയുടെ പ്രായം അറിയില്ല, 50+ ആണെങ്കിൽ മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ഈ മുമ്പേ ചർച്ചയുടെ നമ്മുടെ ആദ്യ ഭാഗത്ത് ഉന്നയിച്ചൊരു പ്രധാന പ്രശ്നമുണ്ട്. ഇപ്പോൾ സുഭാഷ് ബാബു സാറ് പറഞ്ഞല്ലോ, ഈ പരോൾ കാലയളവ് ശിക്ഷ ഇളവ് ചെയ്യുന്നതിൽ നിന്ന് കൂട്ടാൻ കഴിയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ ഇപ്പോൾ 13 വർഷമായിട്ടല്ലേ ജയിലിൽ കിടക്കുന്നുള്ളൂ, 13 വർഷവുമായിട്ടില്ല. എന്തായിരുന്നാലും ജീവപര്യന്ത തടവ് എന്ന് പറയുന്നത് നിയമദൃഷ്ടിയിൽ ജീവിതകാലം മുഴുവനുള്ള തടവെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെയാണ് വിവിധ കാരണങ്ങൾ പറഞ്ഞും വിവിധ കാര്യങ്ങൾ പറഞ്ഞും പല ഗവൺമെൻറ്റുകളും പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാരെ അഴിച്ചുവിടുന്ന പരിപാടിയുള്ളത്. നമുക്കറിയാമല്ലോ, ഇൻഡിപെൻഡൻസ് ഡേക്കാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ബിൽക്കീസ് ബാനു കേസിൽ 2022 ഓഗസ്റ്റ് 15 ആ കാരണം പറയുന്ന കൊടും കുറ്റവാളികളെ വെറുതെ വിട്ടത്. അംബേദ്കർ ജയന്തിക്ക് കഴിഞ്ഞ തവണ ആളുകളെ വിടുകയുണ്ടായി. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്ന കാലത്ത്, രാഷ്ട്രീയക്കാർ പ്രതികളായിരിക്കുന്ന കാലത്ത് ഇവന്മാർ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കും. ഇൻഡിപെൻഡൻസ് ഡേ, ഗാന്ധി ജയന്തി, അംബേദ്കർ ജയന്തി എന്നൊക്കെ പറഞ്ഞിട്ട് 8-10 വർഷമായ എത്ര ആളുകളോട് പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു, ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ ആ പോയിന്റിലേക്ക് പോവുകയാണ്. ഇതൊരു നല്ല ഒരു കീഴ്വഴക്കമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി. വിശേഷിച്ച് ഈ സ്ത്രീയെക്കുറിച്ച് ഈ മോചനത്തെ സംബന്ധിച്ചും ഇവരെ ആരോ ഈ അക്കമ്പനി ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇത്ര വലിയ സ്വാധീനം എന്താണ് ഈ സ്ത്രീക്കുള്ളത്? മന്ത്രി ആവട്ടെ ആരും ആവട്ടെ, 500 ദിവസമൊക്കെ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം പരോൾ കിട്ടാൻ മാത്രമുള്ള സ്വാധീനം ഈ സ്ത്രീക്ക് എന്താണെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം എല്ലാ ക്രൈമും സമൂഹത്തിനെതിരെയുള്ള ക്രൈമാണ്. വിശേഷിച്ച് ഇത്തരം വലിയ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ സമൂഹത്തിനെതിരെയുള്ള കുറ്റമാണ്, വ്യക്തികൾക്കെതിരെയുള്ള കുറ്റമല്ല. സമൂഹത്തിന് അറിയാനുള്ള കൃത്യമായ അവകാശമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ VPP മുസ്തഫ, ജ്യോതികുമാർ ചാമക്കാല താങ്കളെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളുടെ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. ഗണേഷ് കുമാറാണ് അതിന് പിന്നിൽ. ആ പ്രസ്താവന തെളിയിക്കപ്പെടേണ്ടതുണ്ട്, വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്, നടപടിക്രമങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്, സുതാര്യത വേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ ആരോപണം തെറ്റാണെങ്കിൽ കേസെടുക്കണം എനിക്കെതിരെ. അവിടെ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. ഇതേ ഗണേഷ് കുമാർ UDF മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ഈ സ്ത്രീക്ക് ആദ്യ പരോൾ ലഭിക്കുമ്പോൾ അവരുടെ രണ്ടാമത്തെ പരോൾ 30 ദിവസം കൂടി നീട്ടി നൽകുമ്പോൾ നിങ്ങൾക്കും ഗോളടിക്കാനുള്ള അവസരമാണ്. എല്ലാ രേഖകളും പുറത്തുവിടണം സാർ. ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് തന്നെ ഇതുകൊണ്ട് സൂചിപ്പിക്കുക, ഈ എല്ലാ വിഷയത്തിലും കക്ഷി രാഷ്ട്രീയം കുത്തിച്ചെലുത്തി അത് ആ ഗവൺമെന്റ് അങ്ങനെ ചെയ്തില്ല, ഈ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയും. നിങ്ങൾ നോക്ക്, 2009 ഈ കൊലപാതകം നടക്കുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ, 7 മാസത്തിനുള്ളിൽ കേസിൽ വിചാരണ നടത്തി പ്രതികളെ ശിക്ഷിക്കുന്ന അവസ്ഥയുണ്ടായി. അത് രണ്ടും നടക്കുന്നത് അന്ന് VS ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിൽ. ചെറിയനാട് അന്നത്തെ ഈ സംഭവം നടന്ന സ്ഥലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന VK വാസുദേവൻ, CPIM-ന്റെ നേതാവാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവരെല്ലാം സജീവമായി ഇടപെട്ട് നേതൃത്വം നൽകിയിട്ടാണ് അന്ന് ഈ കൊലപാതക കേസിലെ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും ന്യായമായ ശിക്ഷ കൃത്യമായ നിലയിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും കഴിയും. വളരെ വേഗത്തിൽ തന്നെയാണ്. സാധാരണഗതിയിൽ കേരളത്തിൽ പല കേസുകളുടെയും വിചാരണ തുടങ്ങാൻ വർഷങ്ങൾ എടുക്കുന്നു. നമ്മൾ മുന്നിൽ അനുഭവങ്ങളുണ്ട്. ഈ കേസിൽ 7 മാസത്തിനുള്ളിൽ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും. 89ാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് റിമാൻഡ് കാലയളവിൽ പ്രതികൾക്ക് ജാമ്യം പോലും ലഭിച്ചു. അങ്ങനെ എല്ലാമുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. തുടർന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ UDF ഭരണം 2011 വരുന്നു. അതിനുശേഷമാണ് 2012 മുതൽ 15 വരെയുള്ള UDF ഭരണകാലയാണ് ഇവർക്ക് നിരവധി തവണ പരോൾ നൽകുന്നത്. അതില് അങ്ങ് മറന്നുപോരാത്തൊരു കാര്യമുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ, അത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുന്ന ആ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ അവർക്ക് മാത്രം സംസ്ഥാനത്ത് പരോൾ ലഭിച്ചു. അവർക്ക് മാത്രം. അതെ അതെ, ഞാൻ പറയുന്നത് ഇതൊക്കെ എങ്ങനെ ലഭിച്ചു എന്ന് അന്വേഷിക്കണ്ടേ? നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു ആരോപണം ഉന്നയിക്കാൻ UDF സർക്കാർ എന്തിനു പേർക്ക് പരാൾ കൊടുത്തു എന്ന് ചോദിക്കണ്ടേ VPP മുസ്തഫ? എന്തിനാണെന്ന് നിങ്ങൾ നോക്കൂ. വേണ്ട, ക്ഷമിച്ചു. അന്നത്തെ UDF നിങ്ങൾ ക്ഷമിച്ചു, അങ്ങനെയാണ്. അവരുടെ ചെയ്തികളെയൊന്നും ന്യായീകരിക്കാൻ ഞാനല്ല. കാരണം അവരുടെ വക്താവൻ. ഞാനിവിടെ വന്നിരിക്കുന്നത് ഗവൺമെന്റ് എടുത്ത നടപടികളെ അതിലെന്താണ് ശരിയുള്ളത്, താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ സഹപാനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്ന പോലെ എന്താണ് പോരായ്മയുള്ളത്, അത് സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാനാണ്. ഓക്കെ, VP മുസ്തഫ, സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കപ്പെടണം. ഷെറിനോടൊപ്പം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ബാസിത്തിനും നിതീഷിനും എന്തുകൊണ്ട് മോചനമില്ല? ഷെറിനേക്കാൾ കൂടുതൽ കാലമായി തടവ് ശിക്ഷ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടോ? ചെറുകിട കുറ്റകൃത്യങ്ങൾ ചെയ്തവരുണ്ടോ?
ഈ കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യാതെ അപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? എത്ര പേരുടെ അപേക്ഷ മുന്നിൽ വന്നിട്ടുണ്ട്? എത്ര പേരുടെ പരിഗണിച്ചിട്ടുണ്ട്? എന്നാലല്ലേ ആ വിവരങ്ങൾ പുറത്തു വന്നാലേ സുതാര്യമാവുള്ളൂ. സർക്കാരിന്റെ ഭാഗം പറയാനുള്ളതുകൊണ്ട് എന്നോട് ചോദ്യങ്ങൾ കൂടുതലുണ്ടാകും. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ ഒരു ഫ്രീ ആയി സംസാരിക്കാനുള്ള അവസരം തരാതെ നിരന്തരം ഇടപെടുന്നത് ഒരു ഗുണപരമായ ചർച്ചയ്ക്ക് നല്ലതല്ല. പക്ഷെ താങ്കൾക്ക് അതാണ് വേണ്ടതെങ്കിൽ താങ്കൾക്ക് അത് ചെയ്യാം. ഞാൻ അതിന്റെ ഉത്തരവാദിത്വം. പക്ഷെ ഞാൻ പറയുന്നത് ചേർന്ന ഇവിടെ ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കാം UDF ഗവൺമെന്റിന്റെ കാലത്ത് ഉൾപ്പെടെ കൊടുത്തത്? കാരണം ഇവര് ഈ സ്ത്രീ അതിനു മുമ്പ് വേറെ യാതൊരു ക്രൈമിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ ചിത്രമില്ല. ഞാൻ പറയുന്നു, അത് പറയുന്നതുകൊണ്ട് ഞാൻ ആ സ്ത്രീയുടെ വക്താവല്ല. പക്ഷെ ഈ കേസിന്റെ ഒരു സ്വഭാവം പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ്. ഇവര് ജയിലിലേക്ക് പോകുമ്പോൾ ഇവർക്കൊരു പെൺകുട്ടിയാണ്, 4 വയസ്സോ 5 വയസ്സോ ആണ് പ്രായം. ഇപ്പൊ ആ കുട്ടിക്ക് 19 വയസ്സ് പ്രായമുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യങ്ങൾ വളരെ ദരിദ്രമായ സാഹചര്യത്തിലാണ് ഈ ഷെറിന്റെ കുടുംബം. അവര് സമ്പന്നരല്ല, ഭാസ്കരക്കാരുടെ കുടുംബമാണ് സമ്പന്നർ. ഷെറിന്റെ കുടുംബം വളരെ ദരിദ്രമാണ്. പ്രായമായ ഒരു മുത്തശ്ശിയുടെ കൂടിയാണെന്ന് ഈ 4 വയസ്സുള്ള 5 വയസ്സുള്ള കുട്ടി ഇവരുടെ മകൾ വിടപ്പെടുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് ചിലപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ ഇവരുടെ കൂട്ടുപ്രതികൾ അവര് നേരത്തെ തന്നെ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്, അതുപോലുള്ള മറ്റ് ക്രൈമുകളിൽ അവർ ഉണ്ട്. അവര് ക്രിമിനൽ ഓഫൻഡേഴ്സ് ആണ്. അതുകൊണ്ടാണല്ലോ അവരെ ഇവർക്ക് ഈ പ്രൊട്ടക്ഷൻ പണിക്ക് കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇവരാകെ സ്വഭാവശുദ്ധി നല്ലതാണ്, മറ്റൊന്നും എനിക്കില്ല. കാരണം അങ്ങനെ ഒരു സംഘവുമായിട്ട് ബന്ധമുണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഷെറിന് കേരളത്തിൽ ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് ഇല്ല എന്നുള്ളൂ. VP മുസ്തഫ അങ്ങയുടെ മുമ്പിൽ വസ്തുത പറയാണ്. ഇവർ അമേരിക്കയിലായിരുന്നു ഭാസ്കര കാരണവരോടൊപ്പം. ഇവർ നാട്ടിലേക്ക് വരാനുള്ള സാഹചര്യം അമേരിക്കയിൽ അവരൊരു മോഷണ കേസിൽ പ്രതിയേർക്കപ്പെടുകയും അവിടുത്തെ ജോലി പോവുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അതെ, അങ്ങനെയൊക്കെ ഉള്ളവർ തന്നെ. നമ്മൾ ജയിലെന്ന് പറയുന്ന സങ്കല്പം എന്താ? യഥാർത്ഥത്തിൽ ഒരാള് കുറ്റം ചെയ്ത് അതിനകത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെ ആയുഷ്കാലം മുഴുവൻ അയാളെ കുറ്റവാളിയാക്കി തീർക്കാനാണോ ജയിലും നമ്മുടെ നടപടിക്രമങ്ങളും? അതല്ല, അതൊരു കറക്ഷണൽ ഫോമാണ്. എന്താ ജയിലിനെ കുറിച്ചും ഇത്തരം ശിക്ഷകൾ നൽകുന്നതിനെ കുറിച്ചും ശരിയാണ് VP മുസ്തഫ പറയുന്നത് ശരിയാണ്. പക്ഷെ എന്റെ ഒരു ചോദ്യം, ഇവരെന്തിനാണ് നിരന്തരം ജയിൽ മാറ്റിക്കൊണ്ടിരുന്നത്? സാധാരണ പ്രതികളെ തടവ് ശിക്ഷ ലഭിച്ചവരെ ജയിലിൽ കയറിയാൽ അവർ നല്ല നടപ്പാണെങ്കിൽ അവരെ ജയിൽ മാറ്റേണ്ട ആവശ്യമില്ല. ഇവരെത്ര ജയിലാണ് മാറ്റിയെന്ന് പറയാം. വിയ്യൂര്, നെയ്യാറ്റിങ്കര വനിതാ ജയിൽ, തിരുവനന്തപുരം വനിതാ ജയിൽ, പൂജപ്പുര സെൻട്രൽ ജയിൽ. എന്തിനാ അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നത്? എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരുടെ വക്താവോ ആളോ അല്ല. പക്ഷെ ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള നടപടി എങ്ങനെയാണ് ശരിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഇവരുടെ ഈ ചെയ്തികളെല്ലാം ഇങ്ങനെ മോശമായിരുന്നുവെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ടിൽ, പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ടിൽ, നിയമ വകുപ്പിന്റെ പരിശോധനയിൽ ഒക്കെ എവിടെയെങ്കിലും ഒരു പരാമർശം വേണ്ടേ? അങ്ങനെയെല്ലാം ഉള്ളതിനെ സംബന്ധിച്ച് അപ്പൊ ഇതെല്ലാം ക്യാബിനറ്റ് തീരുമാനമായതുകൊണ്ട് തന്നെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുള്ള പരസ്യമാക്കപ്പെട്ട രേഖകളാണല്ലോ. അതുകൊണ്ട് ഇതിലൊന്നും ഒരു സുതാര്യതയുടെയും പ്രശ്നമില്ല. വളരെ അവിടെയാണ് ഗണേഷ് കുമാറിന്റെ ഇടപെടൽ വരുന്നത് ശ്രീ VP മുസ്തഫ. അതുകൊണ്ടാണ് ഈ പരാമർശങ്ങളൊന്നും വരാതിരുന്നത്. അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് അവർ നെയ്യാറ്റിങ്കര വനിതാ ജയിലിൽ നടപടി നേരിട്ടിട്ടുണ്ട്. അതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ലേ? ആ രേഖകൾ എവിടെയാണ്? അത് പരിശോധിക്കപ്പെടണ്ടേ? ഞാൻ അതാ പറഞ്ഞത്. നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ ദിവസം കേസിൽ 10-12 ദിവസം മുമ്പേ വെബ്സൈറ്റിൽ, ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ വന്നൊരു രേഖ എടുത്തിട്ട് ഞാനെന്താ എന്തോ രഹസ്യ രേഖ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇങ്ങനെയൊന്നും രേഖകളെ കുറിച്ചൊന്നും ചോദിക്കാൻ ഒരു ക്യാബിനറ്റ് തീരുമാനം വന്നാൽ ആ ക്യാബിനറ്റ് നോട്ട് ഉൾപ്പെടെ എല്ലാ രേഖകളും പരസ്യമാക്കപ്പെട്ടില്ലേ? VP മുസ്തഫ ഞാൻ അങ്ങേ വെല്ലുവിളിക്കുകയാണ്. ഈ ഷെറിന് ജയിൽ മോചനം കൊടുക്കാൻ തീരുമാനിച്ച മന്ത്രിസഭാ രേഖ, മിനിറ്റ്സ് അടക്കം താങ്കൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നെ കാണിക്കാൻ പറ്റുമോ? നടക്കില്ല. നടക്കാത്ത കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് ഒരു രേഖ ഡൗൺലോഡ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, സർക്കാർ അത് കാണിക്കില്ല. ഒരു മാധ്യമ പ്രവർത്തകരെയും അത് പരിശോധിക്കാൻ അനുവദിക്കാത്ത വിധം രഹസ്യാത്മക ലിങ്കുകളിലാണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. അതിന്റെ റൂട്ട് മന്ത്രി പറയണം. MP രാജേഷ് പറഞ്ഞാലേ നമുക്ക് പോയി നോക്കാൻ പറ്റൂ. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വെല്ലുവിളി, ഇപ്പോൾ ചാമക്കാരയുടെ വെല്ലുവിളി, ജ്യോതികുമാറിന്റെ വെല്ലുവിളി, നിങ്ങളുടെ വെല്ലുവിളി, നമ്മൾ ഈ ചർച്ച എന്ന് പറയുന്നത് വാദിച്ച് ജയിക്കാനും തോൽപ്പിക്കാനൊന്നും അല്ലല്ലോ. പരസ്പരം അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടി ജനാധിപത്യപരമാകും, കുറച്ചുകൂടി സംവാദാത്മകമാകും. നിങ്ങളിങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് വെല്ലുവിളി എന്ന് ജ്യോതികുമാറിന്റെ വക വരിക, നിങ്ങളുടെ വക വരിക, ഇതൊക്കെയാണ് ജനാധിപത്യ വിരുദ്ധം. നിങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറാം. എന്നിട്ട് എന്താണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് കശിയുള്ളൂ നിങ്ങൾ സൂചിപ്പിക്കും, അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. ഞാൻ അതുകൊണ്ടാണ് വെള്ളരിക്കാൻ പറ്റണമെന്നല്ല ഇത്. ശരി, മാധ്യമങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും, പ്രതിപക്ഷത്തിൽ നോക്കാൻ വേണ്ടി കഴിയും. പക്ഷെ നമ്മുടെ മുന്നിൽ അനുഭവങ്ങളില്ലേ?
ഇത്തരം ചില വിവാദങ്ങൾ, വിഷയങ്ങൾ, ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് എത്ര ദിവസം ശ്രീ വി പി മുസ്തഫ, ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് ഇതിൽ ഒഫൻഡഡ് ആവേണ്ട ഒരു കാര്യവുമില്ല. കാരണം നിങ്ങളുടെ മന്ത്രിസഭ തീരുമാനിച്ചു എന്നുള്ളത് ശരി. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം ഗണേഷ് കുമാറിന്റെ സ്വാധീനത്തെക്കുറിച്ചാണ്. ഇതേ ഗണേഷ് കുമാർ കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ അംഗമായിരുന്നയാളാണ്. അയാളുടെ കാലത്തും ആ മന്ത്രിസഭയുടെ കാലത്തും അന്ന് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ കാലത്തും ഈ അവിഹിതമായ പരിഗണന ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന ആരോപണമുണ്ട്. അത് വസ്തുതയാണ്. നിങ്ങൾ എന്തിനാണ് ഒഫൻഡഡ് ആവുന്നത്? നിങ്ങൾക്ക് ഈ രേഖകൾ മുഴുവൻ പുറത്തേക്ക് ഇട്ടാൽ മതി. ആരുടെയൊക്കെ അപേക്ഷ പരിഗണിച്ചിട്ടുണ്ട്, ഇവർക്ക് മാത്രമായി പ്രത്യേക പരിഗണന ലഭിച്ചോ എന്നൊക്കെ ജനങ്ങൾ അറിയട്ടെ. നിങ്ങൾ ഈ വല്ലാതെ ഒറ്റപ്പെടുന്നതാണെന്ന് ശ്രമിക്കണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയാണ് ഗണേഷ് കുമാർ. ഈ LDF ഗവൺമെന്റിന്റെ ഭാഗമാണ്. പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗമാണ് അദ്ദേഹം. അതുകൊണ്ട് CPM വേറെ, ഗണേഷ് കുമാർ വേറെ എന്നൊന്നുമില്ല. ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് വിഷമുണ്ടെങ്കിൽ അതും LDF പരിശോധിക്കും. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. അങ്ങനെയൊക്കെ ആർജവം കാണിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഗണേഷ് കുമാറിന് തെറ്റുപറ്റിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും അവിഹിത ഇടപെടൽ നടത്തിയിട്ടുണ്ടോ സർക്കാർ പരിശോധിച്ചാൽ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഞാൻ മടങ്ങിയത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അങ്ങ് പൂർത്തിയാക്കോളൂ, കുഴപ്പമില്ല. എന്നാൽ അങ്ങ് പറയൂ, അങ്ങ് പൂർത്തിയാക്കിക്കൊണ്ട് പറയൂ. മറ്റാരുടെയെങ്കിലും അപേക്ഷ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നോ? മറ്റാരുടെയെങ്കിലും അപേക്ഷ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നു? അല്ല, അങ്ങ് പറഞ്ഞു, അങ്ങ് കൺക്ലൂഡ് ചെയ്തോളൂ. മറ്റാരുടെയും അപേക്ഷ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നു? അല്ല വി പി മുസ്തഫ, അങ്ങനെ മുഷിയരുത്. ഞാൻ ചോദിക്കുന്നത് ചോദ്യം, മറ്റാരുടെയെങ്കിലും അപേക്ഷ ഷെറിനോടൊപ്പം അപേക്ഷ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നു അങ്ങേക്ക് പറയാം. സർക്കാർ മാനദണ്ഡം പാലിച്ചാണ് നടപ്പാക്കിയെങ്കിൽ അങ്ങേക്ക് പറയാം ഈ ഷെറിനോടൊപ്പം മറ്റപേക്ഷ ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചു, ഇവരുടെ മാത്രം പരിഗണിച്ചു, അങ്ങ് പറയാം. അങ്ങനെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ നിങ്ങൾ ആദ്യം ചോദിക്കുകയും ഞാൻ ആ കാര്യം പറയുകയും രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഏതൊക്കെ അപേക്ഷകൾ പരിഗണിച്ചു, ആരൊക്കെ വിട്ടു, ഏതൊക്കെ അപേക്ഷകൾ, ഏതൊക്കെ ശുപാർശകൾ സമിതികളിൽ വന്നു, പരിഗണിക്കാതിരുന്നു, ഇതെല്ലാം ഞാൻ പരാമർശിച്ചതാണ്. ഇത് താങ്കൾ കേട്ടതാണ്. എന്നിട്ടും ഈ രണ്ടാം വീണ്ടും അത് ചോദിക്കുന്നതിന്റെ കാര്യം എന്താ? താങ്കൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ലോ, ഞാൻ വിശദീകരിക്കാത്തതുകൊണ്ടല്ലോ. അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളത് ജനങ്ങൾ അറിയുന്നതിന് ശ്രീ വി പി മുസ്തഫ, ഇതിലങ്ങ് മുഷിയേണ്ട ഒരു കാര്യവുമില്ല. നോക്കൂ, ഇതിനു മുമ്പ് ഇതുപോലെ ജയിൽ ഉപദേശ സമിതിയുടെ ശുപാർശ വന്നത് ആർക്ക് വേണ്ടിയാണ്? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ശുപാർശ വന്നു, അത് വാർത്തയാക്കി, സർക്കാർ അത് പിൻവലിച്ചു. അങ്ങനെ ശുപാർശ നൽകിയ ജയിൽ ഉദ്യോഗസ്ഥരെതിരെ നടപടിയും സ്വീകരിച്ചു. അങ്ങനെ സർക്കാർ ചെയ്തു, അതൊക്കെ വസ്തുതയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഷെറിനോടൊപ്പം മറ്റേതെങ്കിലും അപേക്ഷ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശുപാർശ സർക്കാരിന് മുമ്പിൽ വന്നിരുന്ന ചോദ്യം മാത്രമാണ് എന്റെ. ഞാൻ അത് പറഞ്ഞു. താങ്കൾ ഇപ്പോൾ പഴയ കേസ് സൂചിപ്പിച്ചതുകൊണ്ട് താങ്കളോട് ഞാൻ മറ്റൊരു പേര് പറയട്ടെ. ഡേവിഡ് ഡാനിയൽ എന്ന് പറയുന്ന പേര് അറിയോ താങ്കൾക്ക്? അറിയോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? 1987 BSNL ഉദ്യോഗസ്ഥനായിരുന്ന യോഹന്നാൻ ജോർജ് കുട്ടിയെ മാരകമായി പരിക്കേൽപ്പിക്കുന്നു. ആ കേസിൽ 1991 നെയ്യാറ്റിൻകര കോടതി 2 വർഷം തടവിന് ശിക്ഷിക്കുന്നു. പക്ഷെ അദ്ദേഹം ജയിലിലേ കയറുന്നില്ല. 26 വർഷം അദ്ദേഹം ഒളിവിൽ പോകുന്നു. 26ാമത്തെ വർഷം അദ്ദേഹം 2011-11 കാലത്തെ UDF ഗവൺമെന്റിന് അപേക്ഷ കൊടുത്തു. 26 വർഷമായി എന്നെ പിടികൂടാൻ പോലീസിന് പറ്റിയിട്ടില്ല, ഞാൻ ജയിലിൽ പോയിട്ടില്ല. പക്ഷെ 2 വർഷം എനിക്ക് തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 91 ഗവൺമെന്റ് കഴിയണം. UDF ഗവൺമെന്റ് അത് പരിഗണിക്കുന്നു. എന്നിട്ട് 1 ലക്ഷം രൂപ പിഴ വാങ്ങിച്ചിട്ട് ഇദ്ദേഹം ജയിലിൽ പോകാതെ ഇറങ്ങിക്കോ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു മര്യാദയും പാലിക്കാതെ, ഒരു ചട്ടവും പാലിക്കാതെ അങ്ങനെയൊക്കെയുള്ള നടപടികൾ എടുത്ത ഡേവിഡ് ഡാനിയൽ എന്ന് പറയുന്നത് പവർ ബ്രോക്കറാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഈ തടവ് ശിക്ഷ അനുവദിക്കാതെ പുറത്തുവിട്ടിട്ട് അന്നത്തെ UDF ഗവൺമെന്റ് അവരുടെ കാലത്ത് വ്യവസായ വകുപ്പ് നടത്തിയിട്ടുള്ള ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, അതിന്റെ 2ഉം 3ഉം പതിപ്പുകളിൽ പ്രധാനപ്പെട്ട ആളായിട്ട് കൊണ്ടുവന്നു ഷാരോൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പേരിൽ. ഇതൊക്കെ വളരെ പഴയ കേസല്ല. ഈ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിലുണ്ടായതാ. കോടതി ശിക്ഷിച്ച ഒരാൾക്ക് ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ പൂർണ്ണമായ ശിക്ഷായവർ നൽകിയ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പാടുണ്ടോ ഈ നാട്ടിൽ? ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഇതിലും മോശപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ഷെറിന് പരോൾ ലഭിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ കാലത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അവർക്ക് പരോൾ അനുവദിച്ചിട്ടുണ്ട്, പരോൾ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കാലത്ത് നടന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരണം ശ്രീ ജ്യോതികുമാർ.
അജിംഷെ, ഇവിടെ ഞങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നത് ഇപ്പോൾ അവരെ പരോൾ കൊടുത്തതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അത് കൊണ്ടുവരും, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് റെമിഷനെ കുറിച്ചാണ്. അവരെ കുറ്റവിമുക്തയാക്കി പുറത്തു വിടുന്നതിനെ സംബന്ധിച്ചാണ്. കുറ്റവിമുക്ത എന്നല്ല, അവരെ ജയിൽ മോചിതയാക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ പരോൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് മുഴുവൻ്റെ UDF അടിക്കാനൊരു വടിയുണ്ടെങ്കിൽ അവർ പുറത്തെടുക്കട്ടെന്നേ, കൊണ്ടുവരട്ടെ, നമുക്ക് സംസാരിക്കാം. അവർക്ക് എത്ര പരോൾ ലഭിച്ചിട്ടുണ്ട്, എത്ര സ്പെഷ്യൽ പരോൾ ലഭിച്ചിട്ടുണ്ട്, അതാ സ്പെഷ്യൽ ലീവ് ലഭിച്ചിട്ടുണ്ട് പറയട്ടെ. എനിക്കെന്തായാലും ശ്രീ VP മുസ്തഫ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ പ്രശ്നം കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ കഴിയില്ല. താങ്കളത് കൃത്യമായി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഏതായാലും എൻ്റെ ചോദ്യം, ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ കേരളത്തിലെ സംസ്ഥാനത്തെ ജയിലുകളിൽ 20ഉം 25ഉം വർഷം കഴിഞ്ഞവർ ഇത്തരത്തിൽ ഉണ്ടായിരിക്കെ, അവർക്ക് അനുകൂലമായി ജയിൽ അഡ്വൈസറി കമ്മിറ്റികൾ ശുപാർശ സർക്കാരിൻ്റെ കൈവശം ഉണ്ടായിരിക്കെ, ഈ പ്രയോറിറ്റി എല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെ ഷെറിന് മാത്രം ഇപ്പോൾ വിടുതൽ ലഭിക്കുന്നു? എന്തുകൊണ്ട് ക്യാബിനറ്റ് അങ്ങനെ തീരുമാനിക്കുന്നു? അവിടെയാണ് ഞാൻ കൃത്യമായി പറയുന്നത്, മന്ത്രിയുടെ ഇടപെടലിനെ സംബന്ധിച്ച് ഉൾപ്പെടെ പറയുന്നത്, മന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയുന്നത്. അവിടെ ഞാൻ കാര്യകാരണ സഹിതം പറഞ്ഞല്ലോ, ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ കൈവശമുള്ള ഒരു ഡോക്യുമെന്റിനെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്. ഒരു നിമിഷം കൊണ്ട് അവർക്കത് പരിശോധിക്കാവുന്നതാണല്ലോ. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു സ്റ്റേഷനിൽ തന്നെ ഒരു കൊലയാളിയുമായി ഒരു മന്ത്രിയുടെ സന്തത സഹചാരി എല്ലാ ദിവസവും ചെല്ലുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് അറിയുന്നില്ലേ? ഇൻ്റലിജൻസ് ഇത് അറിയുന്നില്ലേ? മേലധികാരികൾ അറിയുന്നില്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇതെല്ലാം അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ്, ഇതെല്ലാവർക്കും അറിയാം. കാരണം സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഞാൻ താങ്കളുടെ വീട്ടിലേക്കോ താങ്കൾ എൻ്റെ വീട്ടിലേക്കോ അല്ല വരുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒപ്പിടാൻ വേണ്ടി ഒരു കൊലയാളി ഒരു മന്ത്രിയുടെ സന്തത സഹചാരിയുമായി നിരന്തരമായി ചെല്ലുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറിയുന്നില്ലേ? ആ പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ അറിയുന്നില്ലേ? ആ പോലീസ് സ്റ്റേഷനിലെ SHO അറിയുന്നില്ലേ? ആ പോലീസ് സ്റ്റേഷനിലെ മേലധികാരികൾ അറിയുന്നില്ലേ? അറിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നടന്നിട്ടുള്ളത്. ജ്യോതികുമാർ, 2016 ശേഷം പരോൾ കാലത്ത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 2016 മുമ്പുള്ള പരോൾ കാലത്തും അങ്ങനെ തന്നെയാകും പോയിട്ടുണ്ടാവുക. ജ്യോതികുമാർ, നമുക്ക് പരിശോധിക്കാവുന്നേ. അങ്ങനെ ആരുടെ കാലത്തുനിന്നുള്ളതല്ല. ഒരു വ്യക്തി ഇങ്ങനെ ഒരു കൊലയാളിക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പൊതുസമൂഹം അറിയണമെന്നേ. അത് പൊതുസമൂഹം അറിയാൻ തന്നെ വേണം. എന്താ തർക്കം? ഇടപെട്ടിട്ടുണ്ടോ? ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് റെമിഷനെ കുറിച്ചാണ്, അവരെ ജയിലിൽ നിന്ന് പുറത്തുവിടുന്നതിനെ സംബന്ധിച്ചാണ്. അവിടെയും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ സംസാരിക്കണം. അത് സർക്കാർ മറുപടി പറയണം, മന്ത്രി മറുപടി പറയണം. എന്താ മന്ത്രി മിണ്ടാതിരിക്കുന്നത്? വിവാദമുള്ള പല വിഷയങ്ങളും അദ്ദേഹത്തിനെതിരായി വരുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ സൂര്യന് താഴെയുള്ള എല്ലാ വിഷയത്തെ സംബന്ധിച്ചും അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിനെതിരെ വരുമ്പോൾ അദ്ദേഹത്തിന് മൗനം പാലിക്കുന്നു. സംസാരിക്കട്ടെ, സമ്മതിക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യാമെന്നേ, തെളിവുകൾ പുറത്തു വരട്ടെ. എന്തിനാ അദ്ദേഹം വിളിച്ചിരിക്കുന്നത്? ഭീഷണി അല്ല, ഞാനെന്താ വെല്ലുവിളിക്കുന്നു? ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞ തെറ്റാണ്. ഞാൻ ഒരു സർക്കാരിലെ ഒരു മന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ, അതിലൂടെ ആ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ എനിക്കെതിരെ കേസെടുക്കണം. ശരി, ചെയ്യാത്ത കാര്യത്തിൽ വരെ കേസെടുത്ത ചരിത്രമുണ്ടല്ലോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അവിഹിതമായാണോ ഷെറിന് പരോൾ ലഭിച്ചത്? ഇപ്പോൾ അവരെ ജയിൽ മോചിതയാക്കുന്നത് അവിഹിതമായ ഇടപെടലിനെ തുടർന്നാണോ? സത്യമറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. ആരുടെയൊക്കെ അപേക്ഷ ലഭിച്ചു, ആരുടെയൊക്കെ അപേക്ഷ തള്ളി, അതല്ല ഷെറിന് മാത്രമായി പ്രത്യേകമായ പ്രിവിലേജ് ലഭിച്ചു, ഇക്കാര്യത്തിൽ ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ, ശ്രീ VP മുസ്തഫ, ശ്രീ MS സജി, ശ്രീ സുഭാഷ് ബാബു, ഇത്രയും സംസാരിച്ചു.